നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചൂട് പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഇപ്പം നമ്മുടെ പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും തമ്മിലുള്ള ഒരു തുറന്ന സംവാദം ചർച്ചയിലേക്ക് പോകാനുള്ള സാധ്യതകളെല്ലാം തെളിഞ്ഞു കാണുന്നു. പരസ്പരം വെല്ലുവിളികളൊക്കെ നടന്നു കഴിഞ്ഞു. അപ്പം എങ്ങനെയായിരിക്കും ചർച്ച നടക്കുമോ? മുന്നേ ഇത് വന്നിരുന്നു, കുറച്ച് മുന്നേ ഇതുപോലൊരു ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു മറ്റൊരാൾ. അതായത് ചർച്ച എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചർച്ച നടന്നാൽ പൂട്ടിക്കെട്ടുന്നത് വി.ഡി. സതീശനായിരിക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സതീശനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അതായത് എങ്ങനെയായിരിക്കും എന്തായിരിക്കും അവസ്ഥ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പിണറായി വിജയൻ അതിന് മറുപടി കൊടുത്തു. അപ്പോൾ LDF റിപ്പോർട്ട് കാർഡ് എന്ന് പറഞ്ഞിട്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി ഓരോ എന്തൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ തലത്തിൽ അവർ മാറ്റങ്ങൾ വരുത്തി, അതിന് സ്കോർ എത്രയാണ്, 10ൽ 10 ഇട്ടിട്ടാണ് ഇതിൻ്റെ കാണിച്ച്. ഇപ്പം നോക്കി പിന്നെ ഇപ്പം നമ്മളങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നും എടുത്തു പറയുന്നുണ്ട്. അതായത് ജോലി, അതായത് 3.12 ലക്ഷം PSC നിയമനങ്ങൾ, 60% കേരളത്തിൽ നിന്ന്, അതായത് രാജ്യത്ത് നടന്ന PSC നിയമനങ്ങളുടെ 60% കേരളത്തിൽ തന്നെ നടക്കുന്നു. പിന്നെ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കിയ 10 വർഷം എല്ലാം, പിന്നെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ജൂൺ 1 തന്നെ എല്ലാം റെഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു തരത്തിൽ പറഞ്ഞ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇടതുപക്ഷ സർക്കാർ ഇവിടെ എന്തൊക്കെ ചെയ്തു വെച്ചു എന്നുള്ളതിൻ്റെ ഒരു ബ്രീഫിങ് ശരിക്കും വളരെ സിമ്പിളായിട്ട് ഒരു റിപ്പോർട്ടർ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറയില്ലേ, അതേപോലെ പിണറായി വിജയൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ധൈര്യമായിട്ട് വെല്ലുവിളിക്കാൻ വരാം, അല്ലെങ്കിൽ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് വേണമെങ്കിൽ വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഒരാൾക്ക് എത്താൻ പറ്റും. അതാണ് അതിൻ്റെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനിയും വെല്ലുവിളി വി.ഡി. സതീശൻ ഏറ്റെടുത്തു എന്ന് തന്നെ കരുതുക. ഈ വി.ഡി. സതീശൻ എന്തായിരിക്കും പിണറായി വിജയനെതിരായി ഉയർത്താൻ പോകുന്നത്? നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഇപ്പം വി.ഡി. സതീശൻ പറയുന്ന പോലെ, അല്ലെങ്കിൽ പിന്നെ ഇന്ന മേഖലയിൽ ഇനിയും നടക്കേണ്ടതുണ്ട്, എന്ത് നടക്കേണ്ടതുണ്ട് എന്ന് വ്യക്തമാക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇന്ന വകുപ്പ്, റോഡുകളുടെ കാര്യത്തിൽ ഇന്ന കാര്യങ്ങൾ നടത്തിയിട്ടില്ല, ഇന്ന മേഖലകളിൽ അഴിമതി നടന്നിട്ടുണ്ട്. UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന പ്രശ്നമുള്ളത് അഴിമതി നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, ആ അഴിമതി തെളിവോടുകൂടി അവതരിപ്പിക്കുകകൂടി ചെയ്യണം. ഇല്ലെങ്കിൽ വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം, രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം നുണയന്മാരെന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് വന്നു കഴിഞ്ഞു. നുണയന്മാർ ആ കാറ്റഗറിയിൽ ഉള്ളത് കൊണ്ട് തന്നെ വി.ഡി. സതീശൻ പറയുന്നതൊന്നും ഒരുമാതിരിപ്പെട്ട ജനങ്ങൾക്ക് ബോധ്യമാകില്ല. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ സംവദിക്കാനാണ് സതീശൻ തീരുമാനിക്കുന്നതെങ്കിൽ കൃത്യമായ തെളിവുകളോടുകൂടി മുഖ്യമന്ത്രിയുടെ സമീപിക്കുക എന്നുള്ളതാണ്. പിന്നെ മുഖ്യമന്ത്രി തന്നെ ചോദിക്കുന്ന വേറൊരു കാര്യമുണ്ട്. ഇവർക്ക് സംവദിക്കാനാണെങ്കിൽ, ഒരു പ്രതിപക്ഷ നേതാവിന് ഭരണപക്ഷി MLA-യോ അല്ലെങ്കിൽ മന്ത്രിയോടോ സംവദിക്കാനാണെങ്കിൽ അതിനാണല്ലോ നിയമസഭയുള്ളത്. ഈ കഴിഞ്ഞ 5 വർഷക്കാലവും സഭ കൂടിയിട്ടുണ്ടായിരുന്നു. സഭ കൂടിയ സമയത്ത് എന്തുകൊണ്ടാണ് ഈ രീതിയിലൊരു ചർച്ചയ്ക്ക്, ഇതിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് എന്തുകൊണ്ട് വി.ഡി. സതീശൻ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കന്മാർ തയ്യാറായില്ല എന്ന് ചോദിക്കും. തയ്യാറായിരുന്നു. എന്തൊക്കെയാണ്? അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. എന്നിട്ട് എന്തായി? അടിയന്തര പ്രമേയത്തിൻ്റെയൊക്കെ അവസ്ഥ നമുക്ക് ഓൾമോസ്റ്റ് അറിയാം. അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകി എന്ന് പറഞ്ഞുകൊണ്ട് വാക്കൗട്ട് നടത്തിയിട്ടുള്ള ഒരു പ്രതിപക്ഷം ഉണ്ടെങ്കിൽ അത് വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം തന്നെയാണ്. സാധാരണഗതിയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുമ്പോഴാണ് പ്രതിപക്ഷം വാക്കൗട്ട് ചെയ്യുന്നത്. ഇത് അങ്ങനെയല്ല. ഇത് എന്തൊരു കഷ്ടമാണെന്ന് ചോദിക്കുന്നത്. അവരുടെ പ്രതിപക്ഷം ചോദിച്ച ചോദ്യം അതാണ്. എന്തൊരു കഷ്ടം ഇത്, ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് വന്ന ഉടനെ അതങ്ങ് അംഗീകരിക്കുക, ഇതെന്താ ഇവിടുത്തെ ന്യായമാ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ഷംസീറിന് അക്കാര്യത്തിലൊക്കെ സമ്മതിച്ചു കൊടുക്കണം. അപ്പം കൃത്യമായി അപ്പോൾ എന്താ പ്രശ്നം ഇവർക്ക് മനസ്സിലായത്? അവിടെ ചർച്ചയ്ക്ക് പറ്റില്ല. അപ്പൊ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ പരാജയപ്പെടും എന്നുള്ള കാര്യം വി.ഡി. സതീശൻ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കന്മാർക്ക് 100% ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ടാണ് അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് പോകാത്തത്. അപ്പം ഒരു സഭയില് കണക്കുകളോടുകൂടി ഒരു അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് പോലും ചർച്ച പോലും വിജയിപ്പിക്കാൻ കഴിയാത്ത ഒരു പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷം എങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ പൊതു ഇടത്തിൽ വെച്ച് ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി മുഖ്യമന്ത്രി അങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വി.ഡി. സതീശന് മറുപടി ഉണ്ടാവണമല്ലോ. ഇങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രമല്ല, തിരിച്ചു ചോദിക്കുന്ന ചോദ്യത്തിനൂടെ മറുപടി ഉണ്ടാവണം. തിരിച്ചു ചോദിക്കുമ്പോൾ ഇവിടെ 2018 മുതലുള്ള ചോദ്യങ്ങൾ മുഖ്യമന്ത്രി ചോദിക്കും. 2018 ഇവിടെ പ്രളയം ഉണ്ടായ സമയത്ത് വാഗ്ദാനം നടത്തിയ 1000 വീടുകൾ എവിടെ എന്നുള്ള ആദ്യത്തെ ചോദ്യം അവിടെ കിട്ടും. അപ്പൊ അതിനുള്ള മറുപടി ആരാ പറയേണ്ടത്? 18 സംഭവിച്ച കാര്യത്തിന് തീർച്ചയായിട്ടും വി.ഡി. സതീശൻ മറുപടി പറഞ്ഞേ പറ്റൂ. കോൺഗ്രസ് ആണെന്ന് വീടിന്റെ കാര്യം പറഞ്ഞത്. അതോടൊപ്പം ഇതിനു മുൻപ് തന്നെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സ്ഥലം അനുവദിച്ചു കൊടുത്തു.
നന്ദാവനത്ത്. ആർക്ക്? ഈ പറയുന്ന കെ കരുണാകരന്റെ സ്മാരക മന്ദിരത്തിന്. ആ സ്മാരക മന്ദിരത്തിന്റെ എവിടെയാണ് പിന്നെ പിരിച്ച ഫണ്ട് എവിടെയാണ്? ഒന്നും പറയാനില്ലെന്നേ. വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാര്. പിന്നെ അടുത്ത ചോദ്യം, വയനാട് ദുരിതാശ്വാസം എവിടെ? ആരുടെ കയ്യിലാണ്? നിങ്ങൾ വീടിന് എന്തെങ്കിലും തുടങ്ങിയോ? 230 വീടാണല്ലോ ഈ കോൺഗ്രസ് പറഞ്ഞത്. ആ 230 പോയിട്ട് ഒരെണ്ണമെങ്കിലും ഇതുവരെ പൂർത്തീകരിക്കാൻ കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ ജനങ്ങളോട് ഏത് രീതിയിലാണ് നിങ്ങൾ പറയുന്ന വാക്കുകൾ ജനങ്ങൾ വിശ്വസിക്കേണ്ടത്? ഈ 1000 വീട് പ്രളയത്തിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. ഈ പറയുന്ന 230 വീട് കൊടുക്കാമെന്ന് ഈ പറയുന്ന സമയത്ത് പറഞ്ഞു. അതായത് പിന്നെ വയനാട് ദുരന്ത സമയത്ത്. ഇനി ഒരു കരുണാകരന്റെ പിന്നെ സ്മാരക മന്ദിരം നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പുള്ളിയെ ആ സ്മാരക മന്ദിരം നിർമ്മിക്കാൻ വേണ്ടി പണപ്പിരിവ് നടത്തി. അപ്പോൾ ആലോചിച്ച് നോക്ക്, കോൺഗ്രസ് കേരളത്തിൽ എത്ര പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്, എത്ര തവണ. അതായത് അവർ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് തന്നെ നിരവധിയായിട്ട് അവർ പണപ്പിരിവ് നടത്തി. എന്നിട്ട് ഈ പണപ്പിരിവ് നടത്തിയതിന്റെ എന്തെങ്കിലും ഫലം, എന്തെങ്കിലും ഗുണം ഈ പറയുന്ന പൊതുസമൂഹത്തിന് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ തന്നെ കണക്കുകൾ അറിയില്ല. ആ കണക്കുകൾ എവിടെയാണ്? എത്ര രൂപ പിരിച്ചു? അറിയില്ല. എത്രയാണ് പിരിക്കേണ്ടത്? അറിയില്ല. വീട് വെക്കുവോ? ഇല്ല. സ്ഥലത്തിന് എത്ര ചെലവായി? അറിയില്ല. നിങ്ങൾ വീടിനുള്ള പ്ലാൻ റെഡിയായോ? വീടിനുള്ള പ്ലാൻ റെഡി ആയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പേപ്പർ വർക്കുകൾ നിങ്ങൾ പഞ്ചായത്തോട്ട് ബന്ധപ്പെടുത്തി നടത്തിയോ? ഇല്ല, ഞങ്ങൾ നടത്തിയിട്ടില്ല. അപ്പം ഇല്ല 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 എന്നുള്ള മറുപടി പറയാൻ വേണ്ടി മാത്രം ഒരു പ്രതിപക്ഷം എന്തിനാ? അല്ലെ ഒരു കോൺഗ്രസ് പാർട്ടി എന്തിനാ? ഞങ്ങൾ അത് ചെയ്തു, അല്ലെ ഞങ്ങൾ ഇന്ന ദിവസം ചെയ്യാം. പിന്നെ എന്തിനാണ് ഇപ്പൊ ഈ വെല്ലുവിളി? ഇത് വെല്ലുവിളി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനല്ലേ വെല്ലുവിളി. അല്ലാതെ വേറെ ഇവർക്കറിയാം ഡേറ്റകളൊന്നും ഇല്ല. മുഖ്യമന്ത്രി അങ്ങോട്ട് വന്നിരുന്നുണ്ട്, കാര്യങ്ങൾ അവതരിപ്പിച്ച് തുടങ്ങി കഴിഞ്ഞാൽ വെള്ളം കുടിക്കും എന്നുള്ള കാര്യം വി ഡി സതീശൻ നന്നായിട്ട് അറിയാം. മുഖ്യമന്ത്രി ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റുപിടിക്കാൻ മാത്രം മണ്ടനല്ല വി ഡി സതീശൻ. അതിന്റെ പിന്നാലെ പോയി ആത്മഹത്യാപരമാണ് എന്നുള്ള കാര്യം വി ഡി സതീശൻ അറിയാം. ജനങ്ങൾ സത്യങ്ങൾ ബോധ്യപ്പെടുന്ന ഒരു സമയത്തിലേക്ക് എത്തും. അത് വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന വേളയിൽ വെറുതെ കൊണ്ട് തലവെച്ച് കൊടുക്കില്ല എന്നുള്ള കാര്യം സതീശന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈ സതീശൻ അങ്ങോട്ടൊന്നും കയറി ഇക്കാര്യത്തിലൊന്നും വെല്ലുവിളി ഏറ്റെടുക്കാനോ പോയി സംസാരിക്കാനോ തയ്യാറാവില്ല. കാര്യം ഇവരുടെ കയ്യിൽ ഒന്നും ഇല്ല. ഇപ്പൊ സർക്കാരിനെ പൂട്ടാൻ പറ്റിയ യാതൊരു ഡേറ്റയും ആക്ച്വലി വി ഡി സതീശന്റെ പക്കലോ പ്രതിപക്ഷത്തിന്റെ പക്കലോ ഇല്ലെന്നേ. ഇത് വാസ്തവമാണ്. ഈ ഉയർത്തിക്കൊണ്ടുവരുന്ന ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ എന്നൊക്കെ ഒരു നീർക്കുമിളയുടെ ആയുസ് പോലും ഇല്ല. കഴിഞ്ഞ ദിവസം തന്നെ ഒരു വലിയ വിവാദമായിട്ട് 700 കോടിയുടെ ഇവിടെ നടക്കാൻ പോകണം, അഴിമതി നടക്കാൻ പോകുന്നു എന്നും പറഞ്ഞുകൊണ്ട് രമേശ് ചെന്നിത്തല ഒരു പരാതി കൊണ്ട് വന്നല്ലോ. എന്തായി അവസാനം? മുഖ്യമന്ത്രി കാര്യങ്ങൾ പറഞ്ഞില്ലേ? കരാറ് വിളിച്ചതിനകത്ത് ഒരു അഴിമതി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി? അപ്പം അല്ലെങ്കിൽ തന്നെ ഇവര് എന്തൊക്കെ അഴിമതികളാണ് ഇവർ മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ധാരണയുണ്ടോ? അല്ലെങ്കിൽ ഏത് മേഖലയിലാണ് സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ അവരെ കൊണ്ട് പറ്റുമോ? ഇല്ല. അപ്പൊ ഇങ്ങനെ ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ ഇത് സ്വാഭാവികമെന്നോണം മുഖ്യമന്ത്രി തിരിച്ചു ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഇല്ലാതെയാവും. എന്താണോ സഭയിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി നടന്നുകൊണ്ടിരുന്നത് അതിന്റെ ഒരു മിനിയേച്ചർ ആയിരിക്കും മിക്കവാറും നടക്കാൻ പോകുന്നത്. അതായത് സഭയിൽ ഇതുവരെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്തിന് ഇതൊക്കെ പിടിച്ചിരിക്കാൻ പ്രതിപക്ഷം നന്നേ പാടുവിട്ടു. അപ്പൊ ആ സാഹചര്യത്തിൽ ഇനിയിപ്പോ ഇവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു അവസരത്തിൽ മുഖ്യമന്ത്രിയുടെ മുന്നിൽ പോയിരുന്നുകൊണ്ട് സ്വയം അപഹാസ്യനാകുക എന്നുള്ളതാണ് ഇനിയിപ്പം വി ഡി സതീശൻ ചെയ്യാൻ. കോമാളിയാവുക, അല്ല വേറൊന്നും ചെയ്യാനില്ല. കാര്യം എല്ലാ വഴികളും പയറ്റി നോക്കി, വർഗീയത പയറ്റി നോക്കി, SDPI കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്ന പോലെ ഭൂരിപക്ഷത്തെ പിടിച്ചു മാറ്റി നിർത്താൻ ശ്രമിച്ചു, ഈ ന്യൂനപക്ഷത്തെ പിടിച്ച് കൈ നിർത്താൻ ശ്രമിച്ചു. അങ്ങനെ എന്തെല്ലാം കളികൾ ഇവിടെ കളിച്ചു എന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഏറ്റവും ഒടുവിലാണ് ഈ രീതിയിൽ വെല്ലുവിളികളുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ പല പരിപാടി നോക്കി സർക്കാരിനെ പൂട്ടാൻ. പക്ഷെ ഇതൊന്നും രക്ഷയില്ലാതെ വന്നതോടുകൂടി എങ്ങനെയെങ്കിലും ഒരു അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പം സതീശന്റെയും കൂട്ടരുടെയൊക്കെ ഒരു ലക്ഷ്യം. അല്ലാതെ ജനങ്ങളെ സേവിക്കണമെന്നോ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം പ്രവർത്തിക്കണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല. ആദ്യം അധികാരം, അതിനുശേഷം വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്താൽ ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ ചെയ്തു കൊടുക്കാം എന്നുള്ളൊരു ബോധ്യത്തോടു കൂടിയാണ് അവർ നിൽക്കുന്നത്.